നമസ്കാരം. പ്രാചീന കവിത്രയങ്ങളിൽ പ്രധാനിയായ ചെറുശ്ശേരി നമ്പൂതിരിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് തന്നെ മലയാളികളുടെ മുഴുവൻ ആരാധ്യപുരുഷനായി തീർന്ന കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. ഒരിക്കൽ കോലത്തിരി രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളി കണ്ടുകൊണ്ട് അടുത്തിരുന്ന രാജ്ഞി രാജാവ് തോൽക്കുമെന്നായപ്പോൾ കുഞ്ഞിനെ ഉറക്കുവാൻ താരാട്ട് പാടുകയാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പാടി: കാര്യം മനസ്സിലായ രാജാവ് ആളിനെ നീക്കി കളിയിൽ ജയിച്ചു. രാജ്ഞി പാടിയ ഈണത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തെ ഒരു കാവ്യമാക്കാൻ ചെറുശ്ശേരിയോട് ഉദയവർമ്മ രാജാവ് ആവശ്യപ്പെട്ടു. മലയാളത്തിലെ പ്രാചീന കാവ്യങ്ങളിലൊന്നായ കൃഷ്ണഗാഥയുടെ ഉൽപ്പത്തിയുടെ കഥ ഇങ്ങനെയാണത്രേ. എന്നാൽ കൃഷ്ണഗാഥ എഴുതിയ ആളെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃഷ്ണഗാഥയുടെ രചയിതാവ് പുനം നമ്പൂതിരിയാണെന്നും അല്ല ചെറുശ്ശേരിയാണെന്നും രണ്ടഭിപ്രായങ്ങൾ നിലവിലുണ്ട്. കവി ജീവിച്ചിരുന്ന സ്ഥലം, ജീവിത കാലയളവ് എന്നിവയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല. 1446-65 കാലത്താണ് ഉദയവർമ്മൻ കോലത്തുനാട് ഭരിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിനിടയിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതും കൃഷ്ണഗാഥ രചിക്കപ്പെട്ടതും എന്നാണ് കണക്കാക്കുന്നത്. കൃഷ്ണഗാഥ വിശദമായി പരിശോധിച്ച പണ്ഡിതർ ഉദയവർമ്മൻ എന്ന കോലത്തുനാട്ട് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ, അറിവുകൾ ഇന്ന് ലഭ്യമല്ല. അക്കാലത്തെ ബ്രാഹ്മണ കവികൾ സംസ്കൃത ഭാഷയുടെ ആധിക്യമുള്ള മണിപ്രവാളത്തിലാണ് കവിതകൾ രചിച്ചിരുന്നത്. മറുവശത്ത് തമിഴ് കലർന്ന പാട്ടുകളും. ഈ കാലത്താണ് ചെറുശ്ശേരി ശുദ്ധ മലയാള പദങ്ങളും ശൈലികളും ഉപയോഗിച്ച് കൃഷ്ണഗാഥ രചിക്കുന്നത്. ആദ്യകാലത്തെ ജനകീയ ഗാനങ്ങളായ നാടോടിപ്പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന വൃത്തത്തെ പരിഷ്കരിച്ചെടുത്താണ് കൃഷ്ണഗാഥയിലെ മുഖ്യവൃത്തം. ഗാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിരുന്ന മഞ്ചരി വൃത്തത്തെ ഗാഥാവൃത്തം എന്നും പറയുന്നു. ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ആകെ 47 അധ്യായങ്ങളായാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. പാട്ട്, മണിപ്രവാളം എന്നീ വ്യത്യസ്ത രീതികൾ മലയാളത്തിൽ നിലനിന്ന